LDC 2024 നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അതിൽ തന്നെ കേരള ഭൂപ്രകൃതിയെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നാണ് ആ മൂന്ന് ഡിവിഷൻ എന്നും. അതിൽ തന്നെ നമ്മൾ മലനാടിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും ക്ലാസ്സുകളൊന്ന് കാണുക. ഇതെല്ലാം നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് LDC 2024 എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് കാണുക. ഈ മലനാടിനകത്ത് തന്നെ നമ്മൾ ആനമുടിയുടെ പ്രത്യേകതകൾ എന്ത് ചെയ്തു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇടനാട്, തീരപ്രദേശം, അതുപോലെ തന്നെ കേരളത്തിന്റെ കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ എന്നിവയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് വൈസ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇടനാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42% എന്താണ്, ഇടനാടാണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? ആകെ വിസ്തൃതിയുടെ തന്നെ 42% എന്താണ്, ഈ പറയുന്ന ഇടനാടാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇടനാട് പ്രദേശങ്ങളുടെ സമുദ്രനിരപ്പിന്റെ ഉയരം ചോദിച്ചാല്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ചോദിച്ചാല് അത് 7.5 മീറ്റർ മുതൽ 7.5 മീറ്റർ മുതൽ എത്ര വരെയാണ്? 75 മീറ്റർ വരെയാണ് അറിഞ്ഞിരിക്കുക. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ എന്താണ്, ഈ പറയുന്ന ഇടനാടെന്ന് പറയുന്ന പ്രദേശങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിൽ കൂടുതലാണെന്ന് ചോദിച്ചാൽ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ബേസിക് ലെവലിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്ന് പറയുമ്പോൾ PSC കുറിച്ച് ഒരു അവഗാഹവും ഇല്ലാത്തവർക്ക് വരെ എന്ത് ചെയ്യാനായിട്ട് പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, സിലബസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ സഹകരണവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ തന്നെയാണ് മുന്നോട്ട് ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് എന്താണ്? ലാറ്ററൈറ്റ് കുന്നുകളാണ് കേട്ടോ. അപ്പോൾ ലാറ്ററൈറ്റ് കുന്നുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായി കാണപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലാറ്ററൈറ്റ് കുന്നുകളാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് ഏതാണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് ഏതെന്ന് ചോദിച്ചാൽ അത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള പ്രദേശം ചോദിച്ചാൽ അത് ഈ പറയുന്ന ഇടനാടാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാടാണെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിന്റെ 65% കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ലാറ്ററൈറ്റ് മണ്ണിനമാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ വിള ഏതെന്ന് ചോദിച്ചാൽ അത് റബ്ബറാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ വിള ഏതാണ്? റബ്ബറാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിന്റെ അടുത്ത് ഏതയാറിലാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലെ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിക്കുന്ന എവിടെയാണ്? കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിന്റെ അടുത്തുള്ള എന്തയാറിലാണ് എന്ത് ചെയ്യുന്നത്? ഏന്തയാറിലാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലെ വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ, കേരളത്തിലെ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്തുള്ള ഏതയാറിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റബ്ബർ കൃഷി ആദ്യമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കൃഷിവിളകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന ഇടനാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിവിളകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നെല്ലുണ്ട്, മരിച്ചിനിയുണ്ട്, കുരുമുളകുണ്ട്, അടയ്ക്കയുണ്ട്, അതുപോലെ തന്നെ റബ്ബറുണ്ട്. നമ്മൾ ഈ ഒരു LDC ക്ലാസ്സിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ട്സും അതുപോലെ തന്നെ മെറ്റീരിയൽസും അതുപോലെ മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 200 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക? 200 രൂപയാണ് മൊത്തം കോഴ്സിന്റെ പേയ്മെന്റ്. 200 രൂപയാണ്. 200 രൂപ നിങ്ങൾ ഈ പറയുന്ന നമ്പറിലേക്ക് 9961696927 എന്ന് പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക? ഗൂഗിൾ പേയോ ഫോൺ പേയോ Paytm മുഖാന്തരം പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്യുക. വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് കോൾ എനേബിൾഡ് ആയിട്ടുള്ള ഫോണല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ നമ്പറിൽ പേയ്മെന്റ് ചെയ്യുക, ഇതേ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളുടെ എല്ലാം ഇപ്പോൾ തന്നെ 2 ക്ലാസ്സുകളുടെ നോട്ട്സ് PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നോട്ടും PDFകളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ നേരത്തെ നിങ്ങൾക്ക് അത് വീണ്ടും റിവൈസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. എന്തായാലും LDC 2024 എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരും ഈ
വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 200 രൂപ മാത്രമേ ഇതിന്റെ പേയ്മെന്റ് ആയിട്ട് ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി പോർഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഇടനാടിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കൃഷി വിളകളാണ് എന്തൊക്കെ, ഈ പറയുന്ന നെല്ലുണ്ട്, അതുപോലെ തന്നെ വാഴ, മരിച്ചിനി, കുരുമുളക്, അതുപോലെ തന്നെ അടയ്ക്ക എന്നിവയൊക്കെ ഈ പറയുന്ന ഇടനാടിനകത്ത് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷി വ്യവസായങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃഷി വിളകൾ എന്ന് പറയുന്നത് ഇവയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നോക്കേണ്ട തീരപ്രദേശത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ തീരപ്രദേശം എന്ന് പറയുന്നത് ഈ പറയുമ്പോൾ ഒരുപാട് വിഭവ സമൃദ്ധമായിട്ടുള്ള ഏരിയ ആണ് ഈ പറയുന്ന തീരപ്രദേശം അല്ലെ. അപ്പോൾ ഈ തീരപ്രദേശത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും കുറച്ച് കാണപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? അത് തീരപ്രദേശമാണ്. ഈ മലനാട്, ഇടനാട്, തീരപ്രദേശം അതിൽ തന്നെ ഏറ്റവും കുറവുള്ള ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന തീരപ്രദേശമാണ്. ഇന്ത്യയിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ തീരപ്രദേശത്തിനകത്ത് തന്നെ വരുന്ന കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ സമുദ്രനിരപ്പിന് ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? അത് കുട്ടനാടാണെന്ന് അറിഞ്ഞിരിക്കുക. അറബിക്കടലിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് എന്ത്? ചാകര. അപ്പൊ ഈ ചാകര എന്ന് പറയുന്നത് ഏത് കടലിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ? അറബിക്കടലിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസത്തിന്റെ പേരെന്താണ്? ചാകരയാണെന്ന് അറിഞ്ഞിരിക്കുക. ചാകരയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് അറിയാമോ? അത് നമ്മുടെ ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് ഈ പറയുന്ന ചാകരയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള പുറക്കാട് കടപ്പുറം. പുറക്കാട് കടപ്പുറം എന്തിന് പ്രസിദ്ധമാണ്? ചാകരയ്ക്കാണ്. ഇതിന് പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ആലപ്പുഴയിലാണ്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ ചോദിച്ചാൽ അത് നെല്ലും തെങ്ങുമാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കേരളത്തില് കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 ഏതൊക്കെയാണ്? കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? അത് ഒന്ന് നമ്മുടെ പത്തനംതിട്ടയുണ്ട്, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് കേട്ടോ. അപ്പോൾ 9 ജില്ലകളിൽ കടൽ തീരമുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, അതുപോലെ തന്നെ ഇടുക്കി, പാലക്കാട്, വയനാട് 5 ജില്ലകളിൽ എന്തില്ല? കടൽ തീരം ഇല്ല. കേരളത്തിന്റെ കടൽ തീരത്തെ കുറിച്ച് അതിന്റെ നീളം ചോദിക്കുകയാണെങ്കിൽ 580 കിലോമീറ്റർ ആണ് കേട്ടോ. 580 എന്നും 590 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും കേരളത്തിലെ കടൽ തീരത്തിന്റെ നീളം ചോദിക്കുകയാണെങ്കിൽ 580 കിലോമീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. കണ്ണൂരിന്റെ കടൽ തീരം ഏറ്റവും കൂടുതലുള്ളതാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് കണ്ണൂരാണെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണെന്ന് അറിയാമോ? അത് കൊല്ലമാണ്. കണ്ണൂരിൽ കടൽ തീരം കൂടുതലാണ്. ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന കൊല്ലത്തിലാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ളത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ അത് നമ്മുടെ ചേർത്തലയാണ് കേട്ടോ. ചേർത്തലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തലയാണ്. കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണെന്ന് അറിയാമോ? തൃശ്ശൂരാണ്. കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കേരളത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത്. അപ്പൊ കേരളത്തിന്റെ മധ്യഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഒന്നാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവ കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ഇൽമനൈറ്റും, രണ്ടെന്ന് പറയുന്നത് മോണോസൈറ്റുമാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതുവിന്റെ പേര് തോറിയം എന്നാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതുവിന്റെ പേരെന്താണ്? തോറിയം എന്നാണ്. ആലപ്പുഴ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? ആലപ്പുഴ ബീച്ചാണ്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. അപ്പോ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എന്ന് വെച്ചാൽ അത് ആലപ്പുഴ ബീച്ചാണ്. എന്നാൽ അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് കോൾ നിലയങ്ങൾ. അപ്പൊ എന്താണ് കോൾ നിലയങ്ങൾ എന്ന് ചോദിച്ചാൽ കോൾ ഉൽപ്പാദിപ്പിക്കുന്ന, കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമല്ല കോൾ നിലയം. പകരം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? കോൾ നിലയങ്ങൾ എന്നാണ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത്, കോൾ നിലയങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് 0.5 മീറ്റർ മുതൽ 1 മീറ്റർ വരെ താഴ്ന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര് കോൾ നിലയങ്ങൾ എന്നാണ്. അതുപോലെ തന്നെ ഈ കോൾ നിലയങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് 0.5 മീറ്റർ മുതൽ 1 മീറ്റർ വരെ താഴ്ന്നാണ് എന്ത് ചെയ്യുന്നത്?
സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. സെറ്റല്ലേ? അടുത്ത കേരളത്തിലെ കോൾ നിലയങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് ആ ജില്ലകൾ? ഒന്ന് മലപ്പുറം, രണ്ട് തൃശ്ശൂരാണ്. അപ്പോൾ കേരളത്തിലെ കോൾ നിലയങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? മലപ്പുറവും തൃശ്ശൂരുമാണ് കേരളത്തിലെ കോൾ നിലയങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ. അപ്പൊ നമുക്കിനി കേരളത്തിന്റെ കുറച്ച് അടിസ്ഥാന വസ്തുതകൾ നമുക്ക് പഠിക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്, ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ 1956 കേരളം രൂപീകൃതമായപ്പോൾ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ 5 ജില്ലകളായിരുന്നു എന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിലെ ഇപ്പോഴത്തെ ജില്ലകൾ 14 ആണെന്നറിയാം. വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. കേരളം നമ്മുടെ കേരളം സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോഴാണ്? 1986 നവംബർ 1 എന്ത് ചെയ്യുന്നത്? കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. കേരളത്തിലെ ജനസാന്ദ്രത 860 കിലോമീറ്റർ സ്ക്വയർ ആണെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം നമ്മൾ പഠിച്ചതാണ് 560 കിലോമീറ്റർ ആണ്. സാക്ഷരതാ നിരക്ക് നമുക്കറിയാം 93.91% ആണ് കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക്. കേരളത്തിലെ ദശാബ്ദ ജനസംഖ്യാ വളർച്ച നിരക്ക് ചോദിച്ചാൽ 4.91% ആണ്. ഇപ്പൊ കേരളത്തിന്റെ ദശാബ്ദ ജനസംഖ്യാ വളർച്ചാ നിരക്കാണ് 4.91%. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152 ആണെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? നമ്മുടെ തൃശ്ശൂരാണ്. എന്നാൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 941 ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? അത് തൃശ്ശൂരാണ്. എന്നാൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചാൽ 941 ആണ്. കേരളത്തിൽ എത്ര റവന്യൂ ഡിവിഷനുകളുണ്ട്? 27 റവന്യൂ ഡിവിഷൻസ് ആണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ 78 താലൂക്കുകളും 6 കോർപ്പറേഷൻസും 87 നഗരസഭകളും നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണ്? 1209 ആണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും അതുപോലെ തന്നെ പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും നമുക്ക് കേരളത്തില് ഉണ്ട്. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34 ആണ്. കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി മഴയുടെ നിരക്ക് എന്ന് പറയുന്നത് 300 സെന്റിമീറ്റർ ആണ്. കേരളത്തിൽ ശരാശരി ലഭിക്കുന്ന മഴയുടെ നിരക്ക്. നിയമസഭാ അംഗങ്ങൾ 140 ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോലയാണ്. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 എണ്ണമാണുള്ളത്. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 14 ആണ്. ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2 എണ്ണം, ആലത്തൂരും മാവേലിക്കരയും. കേരളത്തിലെ നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്, 244 കിലോമീറ്റർ. നീളം കുറഞ്ഞ നദി നമുക്കറിയാം മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും പട്ടികവർഗ സംവരണ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം 2, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ വലിപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം 13 ആണ്, വലിപ്പത്തിൽ 21 ആണ്. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 20 ആണ്. രാജ്യസഭാ മണ്ഡലങ്ങൾ 9 ആണ്. കേരളത്തിന് ഔദ്യോഗിക തവള പാതാളത്തവളയാണെന്ന് അറിഞ്ഞിരിക്കുക. പാതാളത്തവള സംസ്ഥാന ശലഭമാണ്. ബുദ്ധമയൂരി ചോദിക്കും. ഔദ്യോഗിക പാനീയം നമുക്കറിയാം ഇളനീരാണ്. ഔദ്യോഗിക മത്സ്യം കരിമീനാണെന്നറിയാം. ഔദ്യോഗിക ഫലം ചക്കയാണെന്നറിയാം. അതുപോലെ തന്നെ കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായിട്ട് അംഗീകരിച്ചത് ആരുടെ വരികളാണ്? MT വാസുദേവന്റെ വരികളാണ് ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ. കേരളത്തിന്റെ പ്രതിജ്ഞ ആരുടെ വരികളാണ്? MT വാസുദേവന്റേതാണ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. ഏറ്റവും വലിയ ജില്ല എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പാലക്കാടല്ല, നിലവിൽ അത് ഇടുക്കിയാണ് കേട്ടോ. പാലക്കാട് മാറിയിട്ടുണ്ട്. പാലക്കാടല്ല, നിലവിൽ ആരാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നിലവിലെ ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ അത് ഏതാണ്? ആലപ്പുഴയാണ്. ഔദ്യോഗിക മൃഗം ആനയാണ്. പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. പുഷ്പം കണിക്കൊന്നയാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്ന ആനമുടിയാണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ നീളമെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ കൊടുമുടിയാണ് നമുക്കറിയാം മീശപ്പുലിമല, 2640 മീറ്റർ. വടക്കേറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരമാണ്. ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. വടക്കേറ്റത്തെ കായൽ ചോദിച്ചാൽ അത് ഉപ്പളക്കായലാണ്. കേരളത്തിനകത്ത് വന ഡിവിഷൻ കോന്നിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നി. ഏറ്റവും ആദ്യത്തെ വന ഡിവിഷനാണ് കോന്നി. ഏറ്റവും വലുത് റാന്നിയാണ്. തീരദേശത്തിന്റെ നീളം 580 കിലോമീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല നമ്മൾ പറഞ്ഞു കണ്ണൂരാണ്. പട്ടികജാതി ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞത് കണ്ണൂരാണ്. പട്ടികജാതി കൂടുതൽ പാലക്കാട്, കുറവ് കണ്ണൂരാണ്.
കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76%. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76%. കേരളത്തിലെ സെക്സ് റേഷ്യോ അല്ലെങ്കിൽ പുരുഷ സ്ത്രീ അനുപാതം ചോദിച്ചാൽ അത്രയാണ്, അത് 1084/1000 ആണ്. അതുപോലെ തന്നെ കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതൽ ജില്ല ചോദിച്ചാൽ അത് മലപ്പുറമാണ്, 13.39%. ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ജില്ല തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. അതുപോലെ തന്നെ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ആണ് കണ്ണൻ ദേവൻ ഹിൽസ്, ഇടുക്കി. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ഏതാണ്? കണ്ണൻ ദേവൻ ഹിൽസ് ആണ് ഇടുക്കിയിലെ. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് ചോദിച്ചാൽ അത് മ്ലാപ്പാറയാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മ്ലാപ്പാറ. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലനാട് 48% നമ്മൾ പറഞ്ഞു, ഇടനാട് 42% പറഞ്ഞു, തീരപ്രദേശം 10% പറഞ്ഞു. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല പാലക്കാടാണ്. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല നമ്മുടെ പത്തനംതിട്ടയാണ്. കേരളത്തിലെ തെക്കേറ്റത്തുള്ള ജില്ല നമുക്കറിയാം അത് തിരുവനന്തപുരമാണ്. കേരളത്തിലെ വടക്കേറ്റത്തുള്ള ജില്ല നമുക്കറിയാം അത് കാസർഗോഡാണ്. തെക്കേറ്റത്തുള്ള നമ്മുടെ കോർപ്പറേഷൻ, കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള നമ്മുടെ കോർപ്പറേഷൻ നമുക്കറിയാം അത് തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര താലൂക്കാണ്. കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള താലൂക്കാണ് മഞ്ചേശ്വരം. ഇതെല്ലാം നമുക്കറിയാം, ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട ഫാക്റ്റുകളാണ്, കോഡുകളൊന്നുമില്ല. അപ്പോൾ കാണാതെ തന്നെ പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ PDF നിങ്ങൾക്ക് കിട്ടും. PDF ഇടയ്ക്കിടയ്ക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫാക്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവും. 200 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് 9961169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് അയക്കുക. ഒന്നും ചിന്തിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് LDC എക്സാമിന്റെ തലേ ദിവസം വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. എക്സാമിന്റെ മാർക്ക്ഡ് ആൻസർ കീ വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു PDF ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുവരെയുള്ള സകല നോട്ടുകളും മെറ്റീരിയലും നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിനകത്ത് കിട്ടും. മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയത്തുള്ളൂ. ക്ലാസ് കാണുന്ന എല്ലാവരും A to Z എല്ലാവരും എന്ത് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫയർമാൻ സിവിൽ എക്സൈസിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഫയർമാന്റെ എക്സാം 23-ാം തീയതിയാണ്. ഫയർമാനും ഇനി 2-3 ക്ലാസ്സുകൾ കൂടി ആകുമ്പോഴേക്കും ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ തീർക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, LDC എക്സാമിന്റെ ക്ലാസ്സിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏതാണ്? നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലമാണ്. തെക്കേറ്റത്തുള്ള താലൂക്കും നെയ്യാറ്റിൻകരയാണ്. വടക്കേറ്റത്തുള്ള അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം. തെക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം ചോദിച്ചുള്ള തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരമാണ്. കേരളത്തിന് വടക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ്. കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാല ഗ്രാമപഞ്ചായത്തും വടക്കേറ്റത്തുള്ള ഗ്രാമപഞ്ചായത്തും മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തുമാണെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള ഗ്രാമമാണ് കളിയിക്കാവിള. വടക്കേറ്റത്തുള്ള ഗ്രാമം ഏതാണ്? തലപ്പാടിയാണ്. ഓക്കെ, അപ്പോ ഈ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ സെറ്റായിട്ട് പറഞ്ഞ ഇത്രയും പോയിന്റുകൾ എന്ന് പറഞ്ഞ സ്റ്റാറ്റിക് GK ആണ്. അപ്പൊ നമ്മൾ ഇത്രയും എന്ത് ചെയ്തിരിക്കണം, ഇത്രയും പഠിച്ചിട്ടേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവൂ. LDC പരീക്ഷ ആയാലും LGS പരീക്ഷ ആയാലും ഒരുപോലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്തായാലും ഇത്രയും പോയിന്റുകൾ നിങ്ങൾ വായിച്ച ശേഷം മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. മാക്സിമം എന്ത് ചെയ്യുക, ഈ നോട്ട് വാങ്ങിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റുകൾ ഒന്ന് റിവൈസ് ചെയ്ത് ഒരാഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, PDF ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. ഈ PDF-ുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട് എല്ലാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ക്ലാസ്സിനനുസരിച്ച് തന്നെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് അപ്ലോഡും ചെയ്യും. അപ്പോൾ PDF ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക. നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, 9996116922. ഇതിലേക്കാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത്. ഇതേ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്, നമ്മുടെ LDC രണ്ടാമത്തെ ദിവസം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ ബേസിക് ഫാക്റ്റുകൾ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ബാക്കി പോർഷൻസ്, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഒരുപാട് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ LDCയുടെ മൂന്നാമത്തെ ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ദിവസം നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.